For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ബുർഖ ധരിച്ച് ചെഗുവേരയുടെ ചിത്രമുള്ള ചെങ്കൊടിയേന്തിയ പെൺകുട്ടിയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലെ താരവും പ്രധാന ചർച്ചാ വിഷയവും. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ചർച്ചകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം MSM കോളേജിലെ BSc ബയോടെക്നോളജി 2ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ് ആറാട്ടുപുഴ സ്വദേശിനിയായ അമീറ അൽ അഫീഫ ഖാൻ. ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ചെങ്കൊടിയേന്തിയ തന്റെ ചിത്രം ചർച്ചയാകുന്ന സാഹചര്യത്തിൽ തനിക്കുള്ള അഭിപ്രായം പറയുകയാണ് അമീറ. ബുർഖ ധരിക്കുന്നതിനെ മതവുമായി ബന്ധിപ്പിക്കുന്നത് പോലുമില്ല. മതത്തിന്റെ പേര് അവിടെ പറയുക കൂടി ചെയ്തിട്ടില്ല. ഒരു ഇഷ്ടത്തിന്റെ പേരിലാണ് ബുർഖ ധരിക്കുന്നത്. ഇസ്ലാം ഒരു രീതിയിലും ബുർഖയെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. ഇപ്പോഴുയരുന്ന വിമർശനങ്ങൾ എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലല്ലേ? ഇതിന്റെ പേരിൽ തീവ്ര ചിന്താഗതിയുള്ളവളായി വരെ എന്നെ ചിത്രീകരിക്കുന്നുണ്ട്. എനിക്ക് എന്റെ നിലപാടുകൾ വ്യക്തമായി അറിയാം. മനസാക്ഷിയെ ബോധ്യമുണ്ട്. ഉപ്പായും ഉമ്മായും സഖാക്കളായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന പുരോഗമന പ്രസ്ഥാനം തന്നെ എനിക്ക് ഈ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതിനെ ഇസ്ലാമുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. അന്ന് ബുർഖ ധരിച്ചുകൊണ്ട് കൊടി പിടിച്ചുള്ള ഒരു ചിത്രം ഇട്ടു എന്നേയുള്ളൂ. അതിനെ മറ്റു രീതിയിൽ ഫേസ്ബുക്കിലെ വായനക്കാരാണ് വ്യാഖ്യാനിക്കുന്നത്. ഉപ്പയെ ബന്ധപ്പെടുത്തിയുള്ള ആരോപണങ്ങളും കാണുന്നുണ്ട്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതൊന്നും തങ്ങൾ കാര്യമാക്കുന്നില്ല. ഇസ്ലാം എന്താണോ അതനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നും അമീറ പറയുന്നു. കോളേജിലെ SFI യൂണിറ്റ് കമ്മിറ്റി അംഗമായ അമീറ കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്കിൽ തന്റെ വാളിൽ ബുർഖ ധരിച്ച് ചെഗുവേര ചിത്രമുള്ള ചെങ്കൊടിയേന്തി നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. തങ്ങളുടേത് രാഷ്ട്രീയം നിരോധിച്ച ക്യാമ്പസ് കൂടിയാണെന്നത് പ്രത്യേകം ഓർക്കണമെന്നും അമീറ എടുത്തു പറഞ്ഞു. ഫേസ്ബുക്കിൽ നടക്കുന്ന എല്ലാ ചർച്ചകളും പോസ്റ്റുകളും കാണുന്നുണ്ട്. കൂടുതലൊന്നും ഇതേക്കുറിച്ച് പറയാനില്ലെന്നും അമീറ പറയുന്നു. ഫേസ്ബുക്കിലെ മകളുടെ ഫോട്ടോയെ പിന്തുണച്ച് പിതാവ് ഹക്കീം ഖാനും രംഗത്ത് വന്നിരുന്നു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.